ചൊവ്വയും ബുധനെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ചൊവ്വാദോഷം അതെന്തരാണപ്പാ? എന്തായാലും ടീച്ചർ പറഞ്ഞു കേട്ടു. ചൊവ്വാദോഷം ഞങ്ങളിപ്പോൾ എപ്പം പറയാറുണ്ട്. ഞാൻ ചോദിച്ചു ഒരു മീറ്റിങ്ങിൽ, എല്ലാ കൂട്ടരെ ചൊവ്വയുണ്ടോ? എന്തോ ഉണ്ട് ടീച്ചറെ, അതുകൊണ്ട് ചൊവ്വ ജാതകമുള്ള പെണ്ണിന് ചൊവ്വ ജാതകമുള്ള ചെക്കൻ തന്നെ വേണം. ഞാൻ പറഞ്ഞല്ല, ഞാൻ പ്രസവിക്കുമ്പോൾ ആ നിമിഷം വേറൊരു ക്രിസ്ത്യാനി സ്ത്രീ പ്രസവിച്ചിരുന്നു, കേട്ടില്ലേ? വസന്ത ഡോക്ടർ പറഞ്ഞു, ഒരേ സമയത്ത് ഒരേ നക്ഷത്രമാണ്, ഒരേ നാഴിക വിനാഴികയാണ്. എൻ്റെ കുഞ്ഞിക്ക് ചൊവ്വയുണ്ടെങ്കിൽ ക്രിസ്ത്യാനി സ്ത്രീക്ക് ചൊവ്വയുണ്ടാ? അതിന് ചൊവ്വയും ബുധനൊന്നുമില്ല, കേട്ടില്ലേ? മുസ്ലിമിന് ഇനി അക്കൂട്ടറും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ചിലർ പുറപ്പെട്ടിട്ടുണ്ട്, കേട്ടോ? അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്നത് ആകാശത്തെ ഈ ഗോളം ഇവിടുത്തെ ഹിന്ദു സ്ത്രീനെ മാത്രം നോക്കിയിട്ട് ഇങ്ങനെ വരിക, എന്തൊരു അയുക്തിയാണത്. അത്ര പോലും ശാസ്ത്രം പഠിച്ചവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സമൂഹത്തിൽ സ്ത്രീ വിമോചനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രചരിപ്പിച്ചേ മതിയാവുള്ളൂ. ഈ സമൂഹം നമ്മുടെ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം പണ്ട് പറഞ്ഞതുപോലെ മൃദുലതയിൽ നിന്ന് അതിമൃദുലതയിലേക്ക് പോവുകയാണ്. ആർക്കും വേണമെങ്കിൽ ഒടിച്ചു മടക്കി ഉരുട്ടി പരുവപ്പെടുത്താവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇത്തിരി റിജിഡ് ആവണം, ഇത്തിരി ഒരു ഉറപ്പ്, കരളുറപ്പ്, മനസ്സുറപ്പ് സമൂഹത്തിന് ഉണ്ടാവണം. അതിന് സ്ത്രീകളെയും പുരുഷന്മാരെയും പഠിപ്പിക്കണം.